പെസഹ ഒരു അനുസ്മരണമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ ആചരിക്കാൻ ദൈവം നേരിട്ട് നൽകിയ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ യഹൂദർ എല്ലാ വർഷവും ആചരിച്ചിരുന്ന തിരുനാളായിരുന്നു പെസഹ. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു പെസഹായ്ക്ക് നവീനവും അനന്യവുമായ ഒരു അർത്ഥം നൽകി. യഹൂദർക്ക് പെസഹ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ അനുസ്മരണമായിരുന്നെങ്കിൽ പുതിയ നിയമം പെസഹ പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. പഴയ നിയമത്തിൽ പെസഹ ബലിക്കായി തെരഞ്ഞെടുത്തത് കുഞ്ഞാടിനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു എന്നേക്കുമുള്ള മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായുള്ള പെസഹ കുഞ്ഞാടായി സ്വയം സമർപ്പിച്ചു. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ സവിശേഷതകളെ പറ്റിയും യോഗ്യതകളെ പറ്റിയും പ്രതിപാദിക്കുന്ന ഷെക്കേന ടെലിവിഷന്റെ അന്നാ പെസഹ തിരുനാളിൽ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പെസഹ ദിനത്തെ പറ്റി നാം വായിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയായിരിക്കും. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിൽ നിന്നുള്ള മോചനത്തെയും സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ കടന്നുപോയതിനെയും അനുസ്മരിച്ച് അങ്ങനെ യഹൂദർ പെസഹ ആചരണം ആരംഭിച്ചു. ഇസ്രായേൽക്കാരെ അടിമത്തത്തിലാക്കിയ ഈജിപ്തിനു മേൽ കർത്താവ് വിവിധ മഹാമാരികൾ അയച്ചു. ഒടുവിൽ ഈജിപ്തിലെ ആദ്യജാതരെയെല്ലാം വധിക്കാൻ മരണദൂതൻ അയക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ സംഹാരദൂതൻ തൊടാതെ കടന്നുപോകാനായി കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടാൻ ദൈവം നിർദ്ദേശം നൽകി. അതനുസരിച്ച് പ്രവർത്തിച്ച ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ സംഹാരദൂതൻ കടന്നുപോയി. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിക്കാനായി ദൈവം തെരഞ്ഞെടുത്ത ആ രാത്രിയിൽ ഇസ്രായേൽക്കാർ പെസഹ ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് ചെന്നതിനു ശേഷവും ഈ കർമ്മം ആചരിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞു. നിങ്ങളുടെ മക്കൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്രകാരം മറുപടി പറയണമെന്ന് അവിടുന്ന് നിർദ്ദേശം നൽകി. ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. പെസഹ ആചരിക്കേണ്ട വിധത്തെപ്പറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം മോശയ്ക്ക് പറഞ്ഞു നൽകിയിരുന്നു. മനുഷ്യരുടെ പാപങ്ങൾക്കായി അർപ്പിക്കപ്പെടേണ്ട ദൈവപുത്രന്റെ ബലിയുടെ അനുസ്മരണമായ പുതിയ നിയമ പെസഹായുടെ പ്രവചന സന്ദേശങ്ങൾ കൂടിയായിരുന്നു ഈ നിർദ്ദേശങ്ങൾ. 1-ാം മാസത്തിന്റെ 10-ാം ദിവസം എല്ലാ വർഷവും പെസഹായ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അന്നേ ദിവസം ഒരു കറയില്ലാത്ത കുഞ്ഞാടിനെ ഇസ്രായേൽക്കാർ തിരഞ്ഞെടുത്ത് 4 ദിവസം തങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കണം. ഈ ദിവസങ്ങളിൽ വീടുകളിലുള്ളവർ കുഞ്ഞാടിൽ ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ദിവസങ്ങളിൽ ഇസ്രായേൽക്കാർ തങ്ങളുടെ വീടുകൾ ശുചിത്വമുള്ളവയെന്ന് ഉറപ്പുവരുത്തണം. 14-ാം ദിവസം സായാഹ്നത്തിൽ എല്ലുകളൊന്നും തകർക്കപ്പെടാത്ത രീതിയിൽ കുഞ്ഞാടിനെ കൊല്ലണം. ഹിസോപ്പ് ചെടി കൊണ്ട് തങ്ങളുടെ വാതിൽപ്പടികളിൽ അവർ അതിന്റെ രക്തം പുരട്ടണം. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഈജിപ്തിൽ നിന്നും തിടുക്കത്തിൽ പുറപ്പെട്ടതിന്റെ അനുസ്മരണാർത്ഥമാണ് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കേണ്ടത്.
അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവ് ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതു മുതലുള്ള ദിനങ്ങളിൽ നമുക്ക് പഴയ നിയമത്തിലെ പെസഹ ആചരണത്തിന്റെ പ്രവചനാത്മകമായ പൂർത്തീകരണം വ്യക്തമാണ്. പെസഹ ആചരണത്തെ അതിന്റെ പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും വ്യത്യാസം വരുത്താതെ തന്നെ ശ്രേഷ്ഠവും വിശുദ്ധവുമാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ കർത്താവ്. യെരൂശലേമിലെ വന്മലമേൽ ലോരുകിലെന്നെ ആരേറ്റി കരവാഹനനായി പുരി പോകും. ഒന്നാം മാസത്തിന്റെ 10-ാം ദിവസമായിരുന്നു യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. അതായത് യഹൂദർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പെസഹ കുഞ്ഞാടിനെ സ്വീകരിക്കുന്ന അതേ ദിവസം. ഓശാനയുടെ ആരവങ്ങളോടെയും ആർപ്പു വിളികളോടെയും നമ്മുടെ പെസഹ കുഞ്ഞാട് അന്ന് താൻ ബലിയർപ്പിക്കേണ്ട നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഓശാന ഓശാന ദാവീദാത്മജനോശാന. യഹൂദർ തങ്ങളുടെ ഭവനങ്ങൾ പെസഹായ്ക്കുള്ള ഒരുക്കത്തിൽ ശുചിയാക്കിയപ്പോൾ യേശു ജെറുസലേം ദേവാലയത്തെ അശുദ്ധിയിൽ നിന്നും കച്ചവടക്കാരുടെ പിടിയിൽ നിന്നും ശുചിയാക്കി. തന്റെ പിതാവിന്റെ ഭവനം അശുദ്ധമാക്കിയവരെ ക്രിസ്തു ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. തുടർന്നുള്ള ദിവസങ്ങൾ യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു. യഹൂദർക്ക് വീട്ടിലെത്തിച്ച പെസഹ കുഞ്ഞാടിന്റെ നിരീക്ഷണത്തിനുള്ള ഈ ദിനങ്ങളിൽ ദേവാലയത്തിൽ പഠിപ്പിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തന നിരതനായ യേശുവിന്റെ മേൽ യഹൂദ പ്രമാണികളും ഫരിസേയരും കുറ്റം ആരോപിക്കാനായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 14-ാം ദിവസം സായാഹ്നത്തിൽ കുഞ്ഞാടിനെ കൊല്ലേണ്ട സമയമാണ്. അന്നാണ് പെസഹ. അന്നേ ദിവസം യേശു പെസഹ കുഞ്ഞാടിന് പകരം സ്വയം ബലിയായി നൽകുന്നതിന്റെ അടയാളമായി അപ്പവും വീഞ്ഞും തന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി ശിഷ്യന്മാർക്ക് പകുത്തു നൽകി. അങ്ങനെ എന്നും തന്റെ ശിഷ്യന്മാരോടൊപ്പമായിരിക്കാൻ അവിടുന്ന് പുതിയ പെസഹ ഒരുക്കി. പെസഹ കുഞ്ഞാടിനു വേണ്ട യോഗ്യതകളെ പറ്റിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായ വിവരണമുണ്ട്. ആ യോഗ്യതകളെല്ലാം അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിൽ വ്യക്തമായിരുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന നിയമം നിറവേറ്റിക്കൊണ്ട് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കുള്ള പെസഹ കുഞ്ഞാടായി കാൽവരിയിൽ രക്തം ചിന്തി. പെസഹ കുഞ്ഞാടിന് ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള നിബന്ധനകൾ ഇവയായിരുന്നു. അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഒരു ആടിന്റെ വളർച്ചയുടെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് 1 വയസ്സ്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ഒരു മനുഷ്യായുസിന്റെ ഏറ്റവും പൂർണ്ണത നിറഞ്ഞ ഘട്ടത്തിലായിരുന്നു ബലിയാക്കപ്പെട്ടത്. വിചാരണവേളയിൽ പീലാത്തോസ് യേശുവിനെ നോക്കി പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഊനമറ്റ കുഞ്ഞാടായി അവിടെ യേശു അംഗീകരിക്കപ്പെടുകയായിരുന്നു. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ പാപങ്ങൾ നീക്കാൻ വന്ന മുട്ടാടായി ക്രിസ്തുവിനെ സ്നാപക യോഹന്നാൻ വിശേഷിപ്പിച്ചു. അങ്ങനെ പെസഹ കുഞ്ഞാടിന് വേണ്ട എല്ലാ യോഗ്യതകളും തികഞ്ഞ ക്രിസ്തുവിനെ ദേവാലയ ബലികളുടെ മേൽനോട്ടം വഹിക്കുന്ന പുരോഹിതൻ തന്നെ മരണത്തിനായി വിധിച്ചു. പെസഹ കുഞ്ഞാടിനെ അറുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന അതേ സമയത്ത് അവിടുന്ന് കുരിശിൽ ബലിയായി. അങ്ങനെ കറയോ കളങ്കമോ ഇല്ലാത്ത യേശുക്രിസ്തുവിന്റെ രക്തം സകല മനുഷ്യരുടെയും പാപത്തിനുള്ള പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടരുത് എന്ന നിയമം അനുവർത്തിച്ച് ക്രിസ്തുവിന്റെ ഒപ്പം കുരിശിൽ തറച്ച 2 പേരുടെയും അസ്ഥികൾ തകർത്തപ്പോൾ
അവിടുത്തെ അസ്ഥികൾ തകർത്തില്ല. യഹൂദ ആചാരപ്രകാരം 17-ാം ദിവസം ആദ്യഫലങ്ങളുടെ തിരുനാളാണ്. അന്ന് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. യഹൂദ ആചാരപ്രകാരമുള്ള പെസഹ കുഞ്ഞാടിനു വേണ്ട നിബന്ധനകളെല്ലാം തന്നിൽ പൂർത്തിയാക്കിയതിന്റെ അനുസ്മരണമായി തന്റെ അന്ത്യ അത്താഴവേളയിൽ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. സകല നിയമവും പ്രവചനങ്ങളും ക്രിസ്തു തന്നിൽ പൂർത്തിയാക്കുകയായിരുന്നു. പെസഹായുടെ ആ ശ്രേഷ്ഠ മണിക്കൂറുകളിലേക്ക് ശിഷ്യന്മാരോടൊപ്പമുള്ള തന്റെ ഭൂമിയിലെ അവസാന നിമിഷങ്ങളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് യേശു തിരഞ്ഞെടുത്തത്. രാജാതിരാജനും കർത്താതി കർത്താവുമായ യേശു എളിയവരിൽ എളിയവനായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ചു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിന്റെ മഹനീയ മാതൃകയായി തീർന്ന അവിടുന്ന് സ്വയം ബലിയായി നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ അനുസ്മരിപ്പിച്ചു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവിടുന്ന് അപ്പവും മീനും സ്വന്തം ശരീര രക്തങ്ങളായി നൽകി എന്നേക്കുമായുള്ള പാപപരിഹാര ബലിയായി മാറി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി, മാതൃക ഞാനേകി. ഇതര പെസഹ കുഞ്ഞാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനും ശ്രേഷ്ഠനുമായ പെസഹ കുഞ്ഞാടാണ് നമുക്കുള്ളത്. ക്രിസ്തുവിന്റെ ബലിയിൽ പെസഹ കുഞ്ഞാടും പുരോഹിതനുമെല്ലാം ക്രിസ്തു തന്നെയായിരുന്നു. ഹെബ്രായരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. പഴയ നിയമ പെസഹ കുഞ്ഞാടിനെ ദൈവം കൽപ്പിച്ച പ്രകാരം തിരഞ്ഞെടുത്തിരുന്നത് കുടുംബനാഥന്മാരായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു സ്വയം പെസഹ കുഞ്ഞാടായി സമർപ്പിക്കുകയായിരുന്നു. ആ ബലിക്കായി സ്വയം വിട്ടുകൊടുത്ത ദൈവപുത്രൻ എല്ലാ പെസഹ കുഞ്ഞാടുകൾക്കും ഉപരിയായ പാപപരിഹാരമായി മാറി. അങ്ങനെ പാപമില്ലാത്തവൻ മുഴുവൻ മനുഷ്യരുടെ പാപഭാരങ്ങൾ ചുമന്നു. പെസഹ കുഞ്ഞാട് കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രം സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ കടന്നുപോയില്ല. അത് അവരുടെ വാതിൽപ്പടിയിൽ പുരട്ടണമായിരുന്നു. ഇതുപോലെ യേശു കുരിശിൽ ചിന്തിയ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നാം കടപ്പെട്ടവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടയാളമില്ലാതിരുന്ന ഭവനങ്ങളിലെ ആദ്യജാതർ സംഹാരദൂതന്റെ പിടിയിൽ മരണത്തിന് ഇരയായതുപോലെ പുതിയ നിയമ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തം സ്വന്തമാക്കാത്തവർ നിത്യനാശത്തിലേക്ക് വലിച്ചെറിയപ്പെടും. വിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിലൂടെ ലഭ്യമായ രക്ഷ നമുക്ക് ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. എന്തെന്നാൽ ബലിയർപ്പിക്കപ്പെട്ടെങ്കിലും മരണത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ഉയർത്തവനാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. കുഞ്ഞാടിന്റെ ബലിയർപ്പണത്തിന്റെ യോഗ്യതയാൽ ധന്യമായ നമ്മുടെ പെസഹ തിരുനാൾ ആചരണം ഭക്തി നിർഭരമാക്കാൻ ദൈവം ഇടയാക്കട്ടെ. നന്ദി.